അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാ അമ്മാ ബഅദ്. എൻ്റെ ആത്മീയ ചങ്ങായിമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ നിങ്ങൾക്കൊരു പരിചയമാക്കിത്തറ അല്ലെങ്കിൽ പഠിപ്പാട്ടിത്തറ ചൊല്ലുടെ ഉദ്ദേശമായിട്ടിക്കറ് ഇപ്പോൾ ഉള്ളത്. എന്തിനായിട്ടിക്കറ് അത് സാധാരണ എല്ലാവരും കുറേ ആൾമാർ എൻ്റെ കയ്യിൽ കേട്ട വിഷയമായിട്ടിക്കറ്, കുറേ ആൾമാർക്ക് ഡൗട്ടുള്ള വിഷയമായിട്ടിക്കറ് അക ഒക്കൊല്ല വിഷയ. അക ഒക്കോലും ചില റായത്ത് അക ഒക്കോലുണ്ട് ചൊല്ലാറ്, ചില റായത്ത് അവ ഒക്കോലുണ്ട് ചൊല്ലാറ്, ചില റായത്ത് പാല് ബെക്കറുണ്ട് ചൊല്ലാറ്, ചില റായത്ത് വീട് കുടിയുണ്ട് ചൊല്ലാറ്. എന്തായാലും കണ്ണടത്തിൽ ഗ്രഹപ്രവേശമുണ്ട് ചൊല്ലാറ്. എന്തായാലും വിഷയം ഒന്ന് അവ ഒക്കോലും അക ഒക്കോലും. അതിൽ ചില ഡൗട്ട് ചില ആൾമാർക്ക് ഒരു സംശയം ഉണ്ട്. അവ ഒക്കൊല്ലണ്ട് ചില ആൾമാർ നല്ല വിഷയാക്കറാർ, ആചാര ഉള്ള വിഷയാക്കറാർ. ചില ആൾമാർ അനാചാറാക്കറാർ. ചില ആൾമാർ ആചാറാക്കറാറ്, അനാചാരമാക്കറാർ, രണ്ടും ഒട്ടിಗೆ ആക്കറാർ. ചില ആൾമാരെ മനസ്സിലെന്തരെ അക ഒക്കൊല്ലണ്ട് ഇത് ബേനെ, ഇതില്ലെങ്കിൽ അവ ഒക്കൊല്ലു ബാത്തിലു സഹിയാവില്ല. ചില ആൾമാർ അങ്ങനത്തെ ഒരു വലിയ വിഷയമാക്കിയിട്ട് ചില വിഷയത്തെ കാണാറ്. ഏതായാലും ഞാൻ ഇണ്ട് ചൊല്ലുടെ വിഷയം അക ഒക്കൊല്ലണ്ട് ഏത് നല്ലത്, ഏത് ആക്കണ്ട, ഏത് ആക്കൊറു. ഇതായിട്ടിക്കറ എൻ്റെ മൈൻ വിഷയം. അക ഒക്കൊല് ചില ആൾമാർക്ക് ഒരു ഡൗട്ടു, അക ഒക്കൊലു ഏത് തിങ്ങല് ആവണു. നാ ഒന്ന് ചൊല്ലെ, അക ഒക്കൊല്ലണ്ട് അവ ഒക്കൊലു അത് ഏത് തിങ്ങലും ആവാം. അക ഒക്കൊൽക്കു ഇന്ന തിങ്ങലെ ആവണു, ഒരു സീമിതമായ തിങ്ങല്ലേ പിന്നെ പേര് ചൊന്നിട്ട് ആ തിങ്ങല്ലൻ്റെ അവ ഒക്കൊലുണ്ടു ഏത് കിതാബിലും ഇല്ല. അങ്ങനെ എന്തില്ല, ഏത് തിങ്ങലും അക ഒക്കൊലാവാം. പിന്നെ കുറെ ആൾമാർ റബീഉൽ അവ്വൽ തിങ്ങല്ലണ്ട് തിങ്ങൽ വരുമ്പോ അക ഒക്കൊലാക്കറാർ. അത് നല്ല കർമ്മമായിട്ടിക്കറ്. കാരണം ഈ ലോകത്ത് റഹ്മത്ത് ഇറങ്ങിയ തിങ്ങളായിട്ടിക്കറ്, ഏറ്റവും വലിയ റഹ്മത്ത് ഇറങ്ങിയ തിങ്ങൾ. റഹ്മത്ത് പല തിങ്ങളിൽ ഇറങ്ങിയെങ്കിലും വലിയ റഹ്മത്ത് ലോകത്തെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ, ലോക നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച തിങ്ങൾ അത് റബീഉൽ അവ്വലായിട്ടിക്കറ്. അപ്പൊ ആ തിങ്ങല്ലേ അക ഒക്കൊല്ലെ ആ ഒരു സ്ഥാനത്തെ വേറെ ഒരു തിങ്ങൾക്ക് പണ്ടില്ലേ. പിന്നെ അക ഒക്കൊലു റബീഉൽ അവ്വൽ തിങ്ങല് അവിടത്തര വലിയൊരു ശ്രേഷ്ഠത വേറെ തിങ്ങൾക്കില്ല. അപ്പൊ റബീഉൽ അവ്വൽ തിങ്ങല് അക ഒക്കൊലാവിടെ ഉദ്ദേശം അതായിട്ടിക്കറ്. അല്ലാണ്ട് പ്രത്യേകമായ സുന്നത്താക്കി വെച്ചത് കൊണ്ടല്ല. അല്ലാണ്ട് റസൂലിലെ ജന്മം നടന്ന തിങ്കളായിട്ടിക്ക് റബീഉൽ അവ്വൽ. അതുകൊണ്ട് എല്ലാവരും റബീഉൽ അവ്വലിലെ ആ പുണ്യം കിട്ടുക വേണ്ടിയിട്ട് നിങ്ങൾ ഔത്തുൽ ബർക്കത്ത് ചൊരിച്ചു കിട്ടണ ഉദ്ദേശത്തിൽ ഈ റബീഉൽ അവ്വൽക്ക് നീക്കി വെക്കറ്. അതല്ലാണ്ട് റബീഉൽ അവ്വൽ ഒരു 4-5 തിങ്ങല്ലേ മുന്നോലെ അക ക്ലിയർ ആയിട്ട് പിന്നെ കെട്ടിട്ടെല്ലാം റെഡി ആയിര്. അങ്ങ് റബീഉൽ അവ്വൽಗೆ കാക്കൊണ്ടില്ല. അങ്ങനെ അക എപ്പോ പൂർത്തിയായിട്ട് അങ്ങ എപ്പോ ഉദ്ദേശിക്കാറ് ആ തിങ്ങല്ലങ്ങ എന്താക്ക അക ഒക്കലാക്ക. റബീഉൽ അവ്വൽക്ക് ബേനായിട്ടേ കുറെ തിങ്ങൾ കാക്കേണ്ട ആവശ്യം ഇല്ലാണ്ട് എന്നാ ചൊല്ലി. പക്ഷെ റബീഉൽ അവ്വൽ തിങ്ങളാകുമ്പോ വലിയ പുണ്യം ഉണ്ട്. അങ്ങനെ അക ഒക്കലു തിങ്ങൽ ഇന്ന തിങ്ങലാവണുണ്ടില്ല. ഇനി ഏത് നാളിലാവണു? നാലില് നല്ല നാള് നോക്കിയിട്ട് ഒരു വാർത്തില് നല്ല നാളുണ്ടല്ലേ, തിങ്കളാസ നല്ല നാള്. അതുകൊണ്ട് ബാക്കി നാള് മോശാണ്ടല്ല. തിങ്കളാസ ഒരു നാളിലാണ്ട് വലിയ നാള്, വലിയ ശ്രേഷ്ഠത ഉള്ള നാളായിട്ട് തിങ്കളാസ, വെള്ളിയാസ, ബാലാസ ഇതെല്ലാം പ്രത്യേകമായി എടുത്ത് ചൊന്നതായ നാളായിട്ടിക്കറ്. ആ ഏതെങ്കിലും ഒരു നാളിലെ സീമിതമാക്കിയിട്ട് അവ ഒക്കൊളാക്ക. അത് അതേ നാളില് പ്രത്യേക സുന്നത്തുണ്ടല്ല നാ ചൊന്നേ. അങ്ങനെ ആരും അർത്ഥം വെക്കാണ്ട. തിങ്കളാസ പ്രത്യേക സുന്നത്തുണ്ട്, വെള്ളിയാസ പ്രത്യേക സുന്ന, അങ്ങനെ എന്തോ അല്ല.
നാല് കൂട്ടത്തിൽ നല്ല നാലെല്ലാം തിങ്കളാസ, വെള്ളിയാസ, ബാലാസ, ഇതെല്ലാം നാല് കൂട്ടത്തിൽ നല്ല ഒരു ശ്രേഷ്ഠത ഉള്ള നാള്. ബാക്കിയുള്ള നാലിലാണ്ട്, ബാക്കിയുള്ള എല്ലാ നാലുകും ഒരേപോലെ ശ്രേഷ്ഠത ഉണ്ടെങ്കിലും എല്ലാ താണ്ടി ശ്രേഷ്ഠത ഉള്ള ഒന്നും കൂടി ഏറ്റവും വലിയ ശ്രേഷ്ഠത അത് തിങ്കളാസ, വെള്ളിയാസ, ഇങ്ങനെല്ലാം ശ്രേഷ്ഠത ഉണ്ട്. ബാലാസ ഇങ്ങനത്തെ എല്ലാം പ്രത്യേക ശ്രേഷ്ഠത ഉണ്ട്. ആ നാലിലാണ്ട് നോക്കിയിട്ട് എന്താകാം തുറക്കാം. ഏത് വക്താവണോ ചില ആൾമാർക്ക് അങ്ങനെ, ഏത് വക്ത് അങ്ങനെ എന്തോ സീമിതമായിട്ട് ഇന്ന വക്തില് അവ തുറക്കണു ചൊല്ലെ സീമിതമാക്കിയ ഒരു വക്ത് ഏത് ടൈമും ആവുള്ളൂ. പക്ഷേ എല്ലാ വക്തരാണ്ടി സ്വബഹി നേരം, രാവിലെ സ്വബഹി നേരം, ആ നേരത്തിക്ക് വലിയ മഹത്വമുണ്ട്. കാരണം അള്ളാന്റെ റസൂൽ പ്രത്യേകമായിട്ട് ദുആറുന്നൊരു അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുക്കുരിഹ, അല്ലാഹുവേ നന്റെ ഉമ്മത്തിമാർക്ക്, ആ ഉമ്മത്തിമാർക്കുള്ളതായ സ്വബൈ നേരത്തില് രാവിലെ നീ ബർക്കത്ത് ചൊരിച്ചു കൊടുക്ക അല്ലാഹ്. ആ സ്വബൈ നേരത്തെ അതിരാവിലെ സ്വബൈക്ക് അതൊരു മഹത്വം, വലിയ മഹത്വമായിട്ടിക്കറ്. അപ്പൊ ആ മഹത്വം വേറൊരു ടൈമുകളില്ല. അപ്പൊ ആ ടൈമില് റസൂലുള്ളാഹിന്റെ പ്രത്യേകം ദുആ ഉണ്ട്. ആ ടൈമില് തുറന്നെങ്കിൽ ഭാരി നല്ലമേ. പിന്നൊരു ടൈമായിട്ടിക്കറ് ലുഹാ വക്തും വലിയ ശ്രേഷ്ഠതയുള്ള വക്തായിട്ടിക്കറ്. മലായിക്കത്തുൽ കിറാം അള്ളാഹുടയിൽ പ്രത്യേകമായിട്ട് ദുആക്കറ, റബ്ബേ നിന്റെ അടിമ ഈ വക്തിൽ നിന്റെ കേട്ടതെല്ലാം കൊടുക്കു റബ്ബേ എന്നിട്ട് വരെ ദുആർന്നതായിട്ട് ഹദീസിൽ കാണ്ട്. അപ്പൊ ലുഹാ വക്തും നല്ല വക്ത്. അതേസമയത്ത് സുബൈയുടെ മുന്നോലെ തഹജ്ജുദ് വക്തിക്ക് തുറന്നിട്ട് ആ തഹജ്ജുദ് നിസ്കാരം ഔത്തുലാക്കിയിട്ട് ദുആക്ക് ഇജാബത്തുള്ള ടൈം ആയിട്ടിക്കറ് തഹജ്ജുദ് വക്ത്. ആ വക്തിലും തുറന്നിട്ട് അള്ളാഹുവിടയിൽ തേടാ, അവിടെ തഹജ്ജുദ് നിസ്കരിച്ചിട്ട്. അപ്പൊ അണ്ടത്തെ നാലിലെങ്കിലും തഹജ്ജുദ് നിസ്കാരം ആവത്തുൽ കിട്ടറല്ലേ, അങ്ങനെയുള്ള ഉദ്ദേശിച്ചിട്ട് അങ്ങനെ തുറക്കാം. പിന്നെ ചില ആൾമാർ പള്ളിയുടെ ബാങ്കായോണ്ടിക്കുമ്പോ അവിടെ ബാങ്ക് കേൾക്കുമ്പോ ഇവിടെ കീ ഓപ്പൺ ആക്കാറ്, ഔത്തുരെ എതിർ ബായിൽ ഓപ്പൺ ആക്കാറ്. ഇങ്ങനത്തെ ഒരു തപ്പ് കൽപ്പന ഉണ്ട്. ഇത് തപ്പ് കൽപ്പന ആയിട്ടിക്കറ്. കാരണം അങ്ങ് ചെറിയയിലെ മദ്രസയിലെ പഠിച്ച വിഷയമായിട്ടിക്കറ്, ബാങ്ക് കേൾക്കുമ്പോ ഏത് സ്വറാക്കോ തീരെ ഏതുവരെ ഈവൻ ഒലു സമയത്ത നങ്ങ ആക്കുക തുടങ്ങുമ്പോ ബാങ്ക് കേട്ടെങ്കിൽ അവിടെ നിപ്പാട്ടിട്ട് ബാങ്ക് ജവാബ് കൊടുത്തിട്ടു പിന്നെ ഒലു തുടങ്ങണം. അത്രക്കും ഒരു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ ബാങ്ക് കേട്ടെങ്കിൽ അവിടെ നിൽക്കണം. ഇങ്ങനെല്ലാം നല്ല നല്ല കർമ്മമാക്കുമ്പോ ബാങ്ക് കേട്ടോണ്ടിരിക്കുമ്പോ അവിടെ ബാങ്കിക്ക് വില കൊടുക്കണു, ബാങ്കിക്ക് ജവാബ് കൊടുക്കണോണ്ട് ചൊല്ലെ ഇസ്ലാം. ആ ബാങ്കായോണ്ടിരിക്കുമ്പോ ഇവിടെ തുറക്കണു ചൊല്ലെ ഏതെങ്കിലും കിതാബിലുണ്ടാ? ഇല്ല. അത് മനുഷ്യന്മാരെ തപ്പ് കൽപ്പന, അത് തിദ്ദുപടിയാക്കണം. സുബൈ ബാങ്കക്ക് മുന്നോൽ തുറക്കണം, അല്ലെങ്കിൽ പിന്നെ തുറക്കണം. ഇത് ബാങ്കായോണ്ടിരിക്കുമ്പോ തുറക്കടെ ചൊല്ലത് അത് തപ്പ് ഭാവന, അതൊന്ന് തിദ്ദുപടിയാക്കണം. പിന്നൊന്നു ബാങ്ക് കൊടുക്കുറയ്ക്ക് മുന്നോലും തുറന്നിട്ട് അവിടെ സുന്നത്ത് നിസ്കരിക്കാം. ബാങ്ക് കൊടുക്കുറയ്ക്ക് മുന്നോലും തുറന്നിട്ട് പള്ളിയിൽ ബാങ്ക് ആവിടും. ആ പള്ളിയിൽ ബാങ്കായാൽ പിന്നെ ഔത്തുല് നങ്ങ ഒരു സ്പെഷ്യൽ ബാങ്കാക്കാം, തൊന്തരയില്ല. ആ ബാങ്കാക്കിയാൽ പിന്നെ ഔത്തുല് സുന്നത്ത് നിസ്കരിക്കാം. സുബൈയുടെ മുന്നോലത്തെ സുന്നത്ത് നിസ്കരിക്കാം. സുബൈയുടെ മുന്നോലത്തെ സുന്നത്ത് നിസ്കാരം അവിടെ നടന്നിട്ട് പിന്നെ ആ ജമാഅത്തിൽപ്പെട്ട അവവുള്ളെ കറിയയിൽപ്പെട്ട ആൾമാർ പള്ളിക്ക് ജമാഅത്തിക്ക് പോകണം. ഇത് പള്ളിക്ക് പോണ്ടെങ്ങ ആ റായത്തെങ്ങ പള്ളിക്കല്ലേ പോണ്ടേ ജമാഅത്തിക്ക്. ഈ പള്ളിക്ക് പോണ്ടേ ജമാഅത്തിനെ വിട്ടിട്ടു ഒരൗത്തുലു ജമാഅത്താക്കി നിസ്കരിക്കരുത്. അത് നല്ല പുണ്യകർമാണ്ട് ആരും ചൊല്ലില്ല. ആ റായത്തങ്ങ ഓരോരോ റായത്തങ്ങക്ക് അതത് കരിയയിലുള്ള പള്ളിക്കായിട്ട് പോകണം. ആ ആണിങ്ങ പള്ളിക്ക് പോട്ടു. അല്ലാണ്ട് പർത്തിര ബന്ധ ആണിങ്ങ ഉണ്ടു. അങ്ങക്ക് ആറായത്തില് പള്ളിക്ക് പോകണുണ്ടു, അത്ര വലിയ ഇതൊന്നുമില്ല. അവിടെ എന്താക്ക, ഇപ്പൊ ഏതോ ഒരു സയ്യദ് ബണ്ട്, വലിയൊരു ആലിമ ഒരു സയ്യദ പർത്തിര ബണ്ട്, അയാൾ ആ ഉത്തരെ ഒക്കൊളുകൊണ്ടു, അയാൾ അവിടെ നിസ്കരിക്കറ്. അതിലാരും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അത് പണ്ട് മുതൽക്കേ വന്ന ഒരു സമ്പ്രദായമായിട്ടിക്കറ്. പിന്നെ തുറന്നിട്ട് അവിടെ നിസ്കരിക്കരുത്. അതേസമയത്ത് അതേ ജമാഅത്തിൽപ്പെട്ട ആൾമാർ അങ്ങ് അഫ്ളലായത് ശ്രേഷ്ഠമായത് പള്ളിക്ക് പോണായിട്ടിക്കറ്. ജമാഅത്തിക്ക് പള്ളിക്ക് പോയിട്ട് നിസ്കരിക്കണം. ഇതൊരു കാര്യമായിട്ട് മനസ്സിലാക്കണം. പള്ളിക്ക് ഡെയിലി പള്ളിക്ക് പോണ്ടേ. ആ ജമാഅത്തിറങ്ങ അവക്കൊലു ചൊല്ലെ നീയത്തില് ഔത്തുലെ നിസ്കരിക്കര്, അതൊരു നല്ല സമ്പ്രദായമല്ല.
ആ കരയിൽപ്പെട്ട ആൾമാർ പള്ളിക്ക് പോണു. ഇത് ഒത്തിരുന്ന ചൊല്ലോ. കാരണം അതൊരു വ്യാപകമായിട്ടൊരു തപ്പ് കൽപ്പന. ഔത്തര ഉൽഗ ഒരു ജമാഅത്തായിട്ട് നിസ്കരിച്ചിട്ട് പള്ളിക്ക് പോകണമെങ്കിലുള്ള ജമാഅത്ത് ഇതേ പള്ളി ഇതേ ഔത്തുകു പള്ളിക്ക് ആള് കുറോടി ഡെയിലി പള്ളിക്ക് ഫുൾ ആളിന്ത് ഇണ്ട് ഈ ഒരു അവക്കൊലാകുമ്പത്തു പള്ളിക്ക് പോകണമെങ്കിലെല്ലാം അവക്കൊല്ല ഔത്തുലുള്ളാറ്. ഇത് നല്ല സമ്പ്രദായമല്ല. അഫ്വലായത് ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് പള്ളിയിലേക്കുമ്പോൾ അതിരെ രണ്ടാം നമ്പറായിട്ട് കണ്ടിട്ട് ഔത്തരവുകൾ ഒരു പ്രത്യേകമായ ജമാഅത്താക്കടെ ചൊല്ലത് അത് ഒരിക്കലും ഇല്ലാത്ത വിഷയം. അത് തിദ്ദുപടിയാക്കണു. അതേസമയത്ത് ഏതോ സയ്യദന്മാർ ഏതോ ഒരു ആലിമീങ്ങ വന്നിട്ട് അവിടെ തുറന്നിട്ട് അവിടെ നിസ്കരിച്ച് പോയെങ്കിൽ അത് അവിടെ ജമാഅത്താക്കിയെങ്കിൽ അത് തപ്പുണ്ട്. ആരും ചൊന്തരണ്ട. അത് പണ്ടിൽ പിന്നമേ വന്ന സമ്പ്രദായം. അത് ആരും തപ്പുണ്ട് ചൊല്ലുകില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും ഇങ്ങനത്തെ ചില സംഭവമെല്ലാം നടന്നതുണ്ട്. അള്ളാഹു പഠിക്കുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഏതാവട്ട് ആ ചൊന്നോട്ട് വന്നത് അപ്പോ അവ തുറക്കുമ്പൊത്തുകു സൊബൈക്ക് മുന്നൊലൊന്നാ തുറക്കൊറു. അല്ലെങ്കിൽ സൊബൈ നിസ്കരിച്ചാൽ പിന്നെ സൊബൈ ബാങ്കായാൽ പിന്നെ തുറക്ക. അല്ലെങ്കിൽ ലുഹാ നിസ്കാരത്തിലെ വക്തില് ആ ലുഹാ വക്തില് അവ തുറന്നിട്ട് അവിടെ ഔത്തുല് ലുഹാ നിസ്കരിക്ക. ഔത്തുല് ലുഹാ നിസ്കരിക്കോ തീരാണ്ട് എന്തില്ല. മാത്രമാ ഔത്തുരാണ്ട് ബെസ്റ്റ് പള്ളിയിലായിട്ടിക്കറ്. ലുഹാ നിസ്കാരം ഔത്തുരാണ്ട് ബെസ്റ്റ് പള്ളിയിലായിട്ടിക്കറെന്നല്ല. പക്ഷെ ഔത്തുൽ നിസ്കരിച്ചെങ്കിൽ ലുഹാ നിസ്കാരമായിട്ട് മാറ്. അതുപോലെ അതിരെ സുന്നത്തിലെ കൂലിങ് കിട്ടറ്. അത് വേറെ വിഷയമായിട്ടിക്കറ്. ഏതാവട്ട് അവക്കുള്ള ആ ക്രമത്തിൽ നല്ല നിലക്ക് ആക്രങ്ങാക്കൊറു. അതേപോലെ ഔത്തര ഉൽഗ ഖുർആൻ കൊണ്ടുപോകണ്ടേ. അത് നല്ല സമ്പ്രദായം. അത് എതിർക്കേണ്ട ആവശ്യമില്ല. ഖുർആൻ കൊണ്ടുപോവാ. മാത്രമാ കൊണ്ടുപോയിട്ട് ഇങ്ങനെ സോക്കേസിൽ വെക്കറല്ല. അത് പരിശുദ്ധമായ ഖുർആൻ ആയിട്ടിക്കറ്. അത് നോക്കലും ബർക്കത്ത്, കൊണ്ടുപോവലും ബർക്കത്ത്. അതിനാണ്ട് വലിയ ബർക്കത്തിരെ ഓതനായിട്ടിക്കറ്. അതിരെ ഓതണു. ഖുർആൻ ഒരൗത്തിൽ ഇങ്ങനെ വെച്ച് വിട്ടെങ്കിൽ അത് ഷാപ്പ ഇട്ടിട്ട് ഹദീസിൽ കാണുന്നത്. അതുകൊണ്ട് ഖുർആൻ ഡെയിലി ഓതണു. ഖുർആൻ കൊണ്ടുപോകേണ്ടത് മാത്രം ബർക്കത്തല്ല, അതിനെ എടുത്തിട്ട് ഓതണു. അതും കൂടി മനസ്സിലാക്കണോ. പിന്നെ ഒരു കാര്യം, ഈ പായി തളങ്ങാണി അതുപോലെ ഔത്തര സാമാനെല്ലാം മുന്നോല് കൊണ്ടുപോയിട്ട് വെക്കോ തീരാണ്ട് ചില തപ്പു കൽപ്പന ഉണ്ട്. അതെല്ലാം തപ്പു കൽപ്പന ആയിട്ടിക്കറ്. മുന്നോല് പോയിട്ട് എടുത്ത് വെക്ക. ഇതെങ്ങനല്ല അവക്കൊലാകുമ്പോഴത്തേക്കേ പുറത്തോണ്ട് പോകണ്ടേ. അതല്ല ഇക്ക് മുന്നോല് പോയിട്ടെല്ലാം സെറ്റിംഗ് ആക്കിയിട്ട് വെക്ക. ಅದಕ್ಕೆ യാതൊരു തൊന്തരയില്ല. ഇസ്ലാം എന്തും ചൊല്ലില്ല ആ വിഷയത്തില്. പിന്നെ കമീസ് മക്കന, പിന്നെ ഖുർആനെല്ലാം കൊണ്ടുപോകേണ്ടത് ബർക്കത്ത്. അതിനൊട്ടിಗೆ കമീസ് മക്കന തസ്ബീ മാല ഇങ്ങനെയുള്ള ഒട്ടിಗೆ കൊണ്ടുപോകണു ചൊല്ലതായ ഒരു ഉദ്ദേശ ചില ആൾമാർക്ക് അങ്ങനത്തെ ഒരു തപ്പ് കൽപ്പന ഉണ്ട്. ഔത്തര ഉൽഗ പോകുമ്പോഴത്തേക്ക് ഒരു മുസ്ലിമിങ്ങ നിസ്കരിക്കണല്ലേ. നിസ്കരിക്കങ്ങ് കമീസ് വേണല്ലേ പെണ്ണിങ്ങക്ക്. അപ്പൊ കമീസ് കൊണ്ടുപോയിക്ക് തൊന്തരയില്ല. പിന്നൊരു തപ്പ് കൽപ്പന, എതിരെ ബായിലേ പോണു. ആണ് പെണ്ണ് ഒട്ടികമെന്നുണ്ട് അവക്കൊല്ലണ്ട്. ആ ആണ് പെണ്ണില്ലാണ്ട് ഒട്ടികമെന്നുണ്ട്. അതൊരു തപ്പ് കൽപ്പന. കാരണം എന്തേ, പെണ്ണിടെ ബായിൽ പോവാ. പെണ്ണിടെ ബായിൽ പോവാ. ഇനി പെണ്ണിടെ ബായിൽ ഇല്ലെങ്കിൽ ഒരേ ബായിൽ ഔത്തുകായെങ്കിൽ തൊന്തരയില്ല. ആണിങ്ങ പോയൽ പിന്നെ, അല്ലെങ്കിൽ ആണും പെണ്ണും ഇടക്കലറാത്ത രൂപത്തിൽ പരസ്പരം പരപുരുഷന്മാർ കാണാത്ത രൂപത്തിൽ പെണ്ണിങ്ങ ഉൾഗ പോവാ. ഇതങ്ങനല്ല. പരസ്പരം പരപുരുഷന്മാരുടെ വ്യത്യാസം ഇല്ലാണ്ട് അവക്കൊല്ല തുടക്കത്തിಗೆ ഔത്തര ഉൾഗ ഒട്ടികമെന്നുള്ള സമ്പ്രദായം അത് ഇല്ല. അത് തിദ്ദുപടിയാക്കണോ. പിന്നെ ഒരു കാര്യമായിട്ടുള്ള വിഷയം, പാല് വെച്ചാക്കിടത്. പാല് ചൊല്ലത് അള്ളാന്റെ റസൂൽക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമായിട്ടിക്കറ്. ആരെങ്കിലും അതിഥി പറയുമ്പോഴത്തേക്ക് റസൂൽ ചൊല്ലു ഒരു ഗസ്റ്റ് പറഞ്ഞെങ്കിൽ അങ്ങക്ക് ഫസ്റ്റ് ഞങ്ങൾ കൊടുക്കണായത് പാലായിട്ടിക്കറ്. അതിരെ കവിച്ച് വെക്കற ഒരു പിന്നെ കുടിക്കൽ ഒരു ഷറാബ് അല്ലെങ്കിൽ ഒരു കുടിക്കற ഒരു നല്ലൊരു ജ്യൂസ് വേറൊന്നുമില്ല. പുന്നാര റസൂൽ ഔത്തുക ആർക്ക് ഇഷ്ടമായിട്ട് വന്നെങ്കും അങ്ങക്ക് പാല് കൊടുത്ത സമ്പ്രദായം അള്ളാന്റെ റസൂൽ സ്വഭാവത്തിലുണ്ട്. അതേപോലെ ടിക്കറ് പണ്ട് മുതൽക്ക് പാല് ബെക്കറെ ചൊല്ലുന്ന സമ്പ്രദായം പണ്ടേ വന്നത്. പിന്നെ അമുസ്ലിമീങ്ങളുടെ വിശ്വാസപ്രകാരം ഒരു പാല് അടുപ്പുര മേൽ വെച്ചിട്ട് അതിങ്ങനെ തളച്ചിട്ട് അതേ അടുപ്പ് പൂളണോ ചൊല്ലുന്ന വിശ്വാസം ഉണ്ടെങ്കിൽ അത് പാടില്ല. അങ്ങനത്തെ പാല് വെച്ചാക്കൽ തീരാ. ഞങ്ങളെ നീയത്തിര മേലായിട്ട് ഡിപ്പെൻഡ്. ഇതെല്ലാം പഠിക്കേണ്ട മസാല പഠിക്കുക.